ഗൾഫ് മേഖലയിൽ ആശങ്ക പരത്തി വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സേനകൾ പ്രതിരോധിച്ചതായി യുഎഇയും കുവൈത്തും സ്ഥിരീകരിച്ചു. അതേസമയം കനത്ത സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഖത്തറിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. 2 മാസത്തിലധികം നീണ്ട ഇടവേളയ്ക്ക് ശേഷം യുഎഇയിലേക്കും ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നു. കുവൈറ്റും ബഹ്റൈനും തുടർച്ചയായി ആക്രമണങ്ങളെ നേരിടുമ്പോൾ യുഎഇ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ആക്രമണം ഇല്ലായിരുന്നു. എന്നാൽ ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി യുഎഇയുടെ മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ മിസൈലുകൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമാണെന്നും യുഎഇ വ്യക്തമാക്കി. കുവൈറ്റിലേക്ക് എത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചതായി കുവൈറ്റ് സായുധ സേന അറിയിച്ചു. ഖത്തറിലേക്ക് നടന്ന ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ബഹ്റൈനിൽ ആഭ്യന്തര മന്ത്രാലയവും രാജ്യത്ത് സുരക്ഷാ സൈറണുകൾ മുഴക്കി. ജനങ്ങൾക്ക് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ ചരക്കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ആക്രമിക്കപ്പെട്ട GFS ഗാലക്സി എന്ന കപ്പലിൽ നിന്ന് 10 നാവികരെ രക്ഷപ്പെടുത്തിയെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഹോർമുസിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കപ്പലുകളെ ഇറാൻ തുടർച്ചയായി ആക്രമിക്കുകയാണ്. ഇതോടെ ഇറാന് നേരെ US ആക്രമണം രൂക്ഷമാണ്. ഒമാനിലെ മുസണ്ടം ഗവർണറേറ്റിലേക്കും ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന് ഒമാൻ വ്യക്തമാക്കി. ഇതോടെ വലിയ ഇടവേളയ്ക്ക് ശേഷം 5 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒരേ സമയം ആക്രമണ ശ്രമം നടത്തിയ ഇറാൻ മിഡിൽ ഈസ്റ്റിന്റെ സമാധാനം മനഃപൂർവ്വം തകർക്കുകയാണെന്നും GCC രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.